ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് റെസിപ്പിയാണ് ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. ബോൺലെസ് ചിക്കനിലേക്ക് ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, സോയ സോസ്, പിന്നെ ഒരു എഗ്ഗ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ കോൺഫ്ലോറും മൈദയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കന് ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ ബാച്ചസ് ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. രണ്ട് ഭാഗവും ഒരു 5-6 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ചെറിയ ചിക്കൻ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റുക. ഇനി 2-3 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതേപോലെ സവാള ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വെജിറ്റബിൾസ് ഒരുപാട് ഫ്രൈ ആയി പോകരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സോയ സോസും സിറാച്ച സോസും ടൊമാറ്റോ കെച്ചപ്പുമാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സിറാച്ചയ്ക്ക് പകരം നിങ്ങൾക്ക് ചില്ലി സോസ് ഒഴിച്ചാലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, വിനെഗർ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.